ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും പല തരത്തിലുള്ള പായസം ഉണ്ടാക്കാൻ അറിയാം. എങ്കിലും ഇത് നിങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ റവ ഉപയോഗിച്ചിട്ടാണ് പായസം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ അല്പം കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാമേ. അരക്കപ്പ് അളവിന് ആണ് റവ ചേർത്ത് കൊടുക്കുന്നത്. അതായത് അരക്കപ്പ് ഉണ്ടല്ലോ നമ്മുടെ മെഷറിംഗ് കപ്പ്, അതിന് 1/4 ഭാഗത്തോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് മുഴുവനും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ നെയ്യിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ആക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. നന്നായിട്ട് തീ കുറച്ചാണ് നമ്മളിത് ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ ഫ്രൈ ആയി. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്, അതായത് റവ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രൈ ചെയ്തതായിരിക്കും കിട്ടുന്നത്. അതല്ലാത്തതാണെങ്കിലും അങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടിയാലും നമ്മൾ ഇതുപോലെ നെയ്യ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ റവയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവം വരെ നന്നായിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കുറുകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു സമയത്തും തീ നന്നായിട്ട് കൂട്ടി കൊടുക്കണല്ലേ, അതായത് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം. ഈ ഒരു സമയം വരെ വേണം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരും. നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ റവയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ ഈ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവം ആകുന്നവരെയും തീ ഒട്ടും കൂട്ടി കൊടുക്കാതെ ചെറിയ തീയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ആ ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിളക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു വലിപ്പമുള്ള ചൂട് കട്ടിയുള്ള വേറൊരു പാത്രത്തിലേക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആ റവ നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. ആ കട്ടകളൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് ഉടച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കട്ടകളില്ലാതെ ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ പാല് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തും തീ നന്നായിട്ട് കൂട്ടല്ലേ, തീ കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ അല്പം മധുരം കുറവായിരുന്നു, അതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാല് ചേർത്ത് കൊടുത്തതുകൊണ്ട് ശർക്കര അതായത് ശർക്കരപ്പാനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ല തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് പിരിഞ്ഞു പോകത്തില്ല. നമ്മൾ സാധാ കവറുപാലോ അല്ലെങ്കിൽ പശുവും പാലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായുടെ സീഡൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കുമ്പോൾ അല്പം ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം. കാര്യം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഇത് നന്നായിട്ടായി കിട്ടാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഇത് കുറുകിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചൗവരിയാണ്.
ഞാൻ ഈ ചവ്വരി ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാര്യം ഈ റവ ആയതുകൊണ്ട് റവ തന്നെ ഒന്ന് നന്നായിട്ട് കുറുകി വരും തണുത്ത് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് ചവ്വരി മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുൻപേ തന്നെ ചവ്വരി ഒന്ന് കുതിർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കളറിന് ഒരു അല്പം വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റും നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത്രയും കുറുകിയാൽ മതി. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഇതങ്ങ് കുറുകി കിട്ടും. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റവ വെച്ചിട്ടുള്ള പായസം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പായസം കേട്ടോ. ഞാനിത് കഴിച്ചിട്ടുണ്ട്. ഇവരുണ്ടാക്കി തന്നപ്പോൾ ഞാനിങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആട്ടോ. എങ്കിൽ പിന്നെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തത് പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ച് വെക്കാം. ഇതാ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടില്ലേ? ഈ ഒരു വെറൈറ്റി പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ പെട്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പോയി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണ്. ഈ ഒരു പായസം ചൂടായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി അങ്ങ് കുറുകിപ്പോകും. അപ്പോൾ കുറുകുകയാണെങ്കിൽ നിങ്ങൾ ഒരല്പം പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.